ഇനി അമ്പിളി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശ്രീചക്രം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണല്ലോ പറയുക. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാം. ശ്രീചക്രം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്നുള്ള കാര്യം സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറിയണം. അല്ലാത്ത പക്ഷം അത് വാങ്ങിക്കാതിരിക്കുക, അതാണ് നല്ലത്. നമുക്കത് കൃത്യമായിട്ട് കാര്യങ്ങൾ ആ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ ശ്രീചക്രം ഉണ്ടെന്ന് വിചാരിക്കാം, എവിടെന്നെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, പേടിക്കൊന്നും വേണ്ട. അവിടെ വെക്കുക, പൂജാമുറിയിൽ വെക്കുക, ഒരു വിളക്ക് കൊളുത്തി വെക്കുക. വേറെ പൂജകൾ ചെയ്യാനോ വരയ്ക്കാനോ ഒന്നിനും നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ? ശ്രീചക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉപദേശം കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഉപദേശം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം അറിയാതെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെങ്കിൽ അത് പൂജാമുറിയിൽ വയ്ക്കുക, വിളക്ക് കൊളുത്തുക. അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം ചിട്ടയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ചിട്ടയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ശ്രീചക്രത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുകയാണ്. ദിവസവും 2 നേരം വിളക്ക് കൊളുത്തുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ എന്ന് വിചാരിക്കാം. രാവിലെ എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് തന്നെ വിളക്ക് കൊളുത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് നമ്മളിപ്പോൾ 8:30 9 മണിക്ക് എണീറ്റ് വന്നിട്ട് കുളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് കൊളുത്തല്ല. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ വിളക്ക് കൊളുത്തണം. അതിനാണ് പ്രാധാന്യം. ആ ചിട്ട എപ്പോഴും കീപ്പ് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ വൈകിട്ടാണ് വിളക്ക് കൊളുത്തുന്നതെന്ന് വിചാരിക്കാം. എല്ലാവരും എല്ലാ സമയത്തും വൈകിട്ട് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാവിലെ ഉണ്ടായിരിക്കും. കാരണം അത് ആ വിളക്ക് കൊളുത്തി കഴിയുന്ന സമയം കഴിഞ്ഞിട്ടാണല്ലോ ജോലിക്കൊക്കെ പോകുക. പക്ഷെ തിരിച്ചു വരുമ്പോൾ അങ്ങനെയായിരിക്കില്ല. നേരെ വൈകിട്ട് ചിലപ്പോൾ ഒരു 6 മണി 6:30 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ എന്നിട്ടേ വിളക്ക് കൊളുത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ മതി. കാരണം ഭഗവാൻ അറിയാം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്തുക. അല്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റി വിശ്രമിച്ചിട്ട് വന്നിട്ടല്ല വിളക്ക് കൊളുത്തേണ്ടത്. വീട്ടിലെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ അറിയാം. അത് ഭഗവാൻ തന്നെ നമുക്കൊരു ജോലിയൊക്കെ തന്നിട്ടുള്ളത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭഗവാൻ അറിയാം. പിന്നെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിളക്ക് കൊളുത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴാണോ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട് കേട്ടോ. അപ്പോൾ ആ ചിട്ടയുണ്ടല്ലോ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിനോടൊപ്പം പറയാം. അവധി ദിവസങ്ങളാണെങ്കിൽ അന്ന് നമുക്കറിയാം, നമ്മൾ വീട്ടിലുണ്ട്, വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ട്. ഒരു 6 മണി സമയത്ത് വിളക്ക് കൊളുത്തുക. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ 7 മണി 7:30ക്കാണ് കൊളുത്തുന്നത്, നേരം വൈകി വരുന്നത് കൊണ്ട്, അതുകൊണ്ട് ഈ അവധി ദിവസങ്ങളിലും ആ സമയത്ത് കൊളുത്താം, അങ്ങനെ വിചാരിക്കേണ്ട. ആ ഒരു ദിവസം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വിളക്ക് കൊളുത്താനായിട്ട് പറ്റുള്ളൂ. ആ സമയത്തേക്ക് അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് ചിട്ട എന്ന് പറയുക. അപ്പോൾ ആ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശ്രീചക്രത്തിൻ്റെ കാര്യവും. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ.